ശരി, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഇവിടെ വസന്ത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് MLA-മാർക്ക് ആരുടെ വേണമെങ്കിലും പേര് പറയാമല്ലോ. അങ്ങനെയാണ് KC-യും RC-യും VD-യും ഒക്കെ ചിത്രത്തിലേക്ക് വരുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി കുപ്പായം ധരിച്ച് ഇവർ 3 പേരും തയ്യാറെടുത്തിരുന്നത് കൊണ്ടോ തെരഞ്ഞെടുപ്പിന് മുൻപേ അതിനുള്ള റീലുകളും പോസ്റ്ററുകളും ഡോക്യുമെന്ററികളും ഒക്കെ ചിത്രീകരിച്ചത് കൊണ്ടൊന്നുമല്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ഈ 3-ൽ ഒരു പേര് തീരുമാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തോന്നുകയാണോ KC വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിലും അദ്ദേഹം ഇങ്ങ് വരട്ടെ, ആ പേര് കൂടി പരിഗണിക്കാമല്ലോ? അങ്ങനെയായിരുന്നോ? അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളിലൊന്നും ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കാറില്ല. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രബലമായൊരു ഘടകകക്ഷിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ എല്ലാ ഘടകകക്ഷികളും ഒരുപോലെ നിന്ന് പ്രവർത്തിച്ചവരാണ്. ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 5 വർഷം ഈ മുന്നണിയെ നയിക്കേണ്ട അതിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണ്. ആ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രബലമായൊരു ഘടകകക്ഷി എന്ന നിലക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമുന്നതരായ നേതാക്കന്മാർ നേരിട്ടെത്തി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പോയി തങ്ങളുമായി കൂടിയാലോചിച്ച് ഞങ്ങളെടുത്ത തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ആരുടെ വേണമെങ്കിലും പേര് പറയാനുള്ള സാധ്യത എവിടെയുണ്ട്? വസന്തം അതാണ് പറയുന്നത്, MLA-മാർ പേര് പറയുന്നു. പക്ഷേ ഈ പേരിൽ ഈ മൂന്ന് പേരിൽ മാത്രം അതിൽ സെലക്ഷൻ വരേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ആൾ മത്സരിക്കുക പോലും ചെയ്യാത്ത ആൾ എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് വന്നത്? അല്ല, ഞങ്ങൾ ആരുടെ പേര് പറഞ്ഞു എന്ന് ഞങ്ങൾ 24 ചാനലിൽ അറിയിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞത് ഹൈക്കമാൻഡിനോടാണ്. ഹൈക്കമാൻഡിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി ഞങ്ങളുടെ നേതൃത്വത്തിനെ അറിയൂ. അത് ഞങ്ങൾക്ക് ആ തീരുമാനമെടുത്തതിന് ശേഷം അവരുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ നേതൃത്വം അറിയിച്ചു. അത് ഞങ്ങളാരും ഒരു ചാനൽ ചർച്ചയിൽ പറയേണ്ട വിഷയങ്ങളല്ല. അതിനനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ല കെട്ടുറപ്പുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും. അതിനാർക്കൊരു സംശയവും വേണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു കക്ഷിക്കകത്തുണ്ടാകുന്ന ചർച്ചയുടെ ഭാഗം മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മുന്നണിയെപ്പോലെയുള്ള അത്തരത്തിലുള്ളൊരു വലിയ ദുരന്തത്തിലേക്കൊന്നും ഇതെത്തിച്ചേരുമെന്ന് ആരും കരുതേണ്ടതില്ല. കാരണം ഇതൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്. മറ്റുള്ളത് അങ്ങനെയല്ല. മറ്റൊരു ഏകാധിപതിയുടെ രീതിയിൽ അങ്ങ് കാര്യങ്ങൾ പോകുമ്പോഴാണ് ആ ഏകാധിപതിയുടെ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത കേരളത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യം വെച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് എന്തേ ഇങ്ങനെ. ഇത് കുറേ ജനാധിപത്യ ചർച്ചകൾ നടക്കുന്നു, തീരുമാനമുണ്ടാകും, കാത്തിരുന്ന് കാണുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.